എല്ലാവർക്കും ജാനീസ് ഫാൻറ്റസിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു അറബിക് റെസിപ്പിയാണ് കബ്സ. ഇത് ബിരിയാണിയെക്കാട്ടിലും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈ കബ്സ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ കബ്സ എന്ന് പറയുമ്പോൾ നമ്മളിത് റൈസും ചിക്കനും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്നൊരു ഐറ്റമാണ് ഈ കബ്സ എന്ന് പറയുന്നത്. അപ്പോൾ ചിക്കൻ റെഡിയാക്കാനായിട്ട് ഒരു പാത്രം വെക്കുക. പാത്രത്തിലേക്ക് ഒരു ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ മതി. എണ്ണ ഒഴിച്ചിട്ട് നമ്മളുടെ കുരുമുളക്, ഏലക്ക, ഗ്രാമ്പു, കറുകപ്പട്ട എല്ലാം കൂടി ഇട്ടൊന്ന് ചൂടാക്കണം. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളുടെ സവാളയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഇതൊന്ന് പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യണം. ഇപ്പോൾ ഇഞ്ചിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ നോർമൽ ഇട്ടാൽ മതി. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാല എല്ലാം ഒന്ന് ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 തക്കാളിയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളിയുടെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നമ്മളിതൊന്ന് ചൂടാക്കണം. ഇപ്പോൾ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഏകദേശം ഒരു 600 ഗ്രാം ഉണ്ട്. അത് നമുക്ക് ചെറിയ പീസായിട്ടോ വലിയ പീസായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ പീസായിട്ട് എടുത്തേക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊരു 8-10 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഏകദേശം ഒരു ടോട്ടൽ 20-25 മിനിറ്റ് എടുക്കും ഈ ചിക്കൻ ഒന്ന് വെന്ത് വരാനായിട്ട്. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ഈ ചിക്കൻ പീസ് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കാരണം നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത്.
ഇപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ചിക്കൻ പീസ് എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയിലേക്കാണ് അരി റെഡിയാക്കി എടുക്കേണ്ടത്. അതിനായിട്ട് ആദ്യം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്, ബസുമതി റൈസാണ് എടുത്തേക്കുന്നത് 2 ഗ്ലാസ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഡ്രൈ ലെമൺ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഡ്രൈ ലെമണാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉണ്ടെങ്കിൽ ഡ്രൈ ലെമൺ കൂടി ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ഇനി നമുക്കിതൊന്ന് തിളച്ച് വരുന്നതിന് വരെ വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് തിളച്ച് വന്നിട്ട് നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാറ്റി കഴുകി വെച്ചിരിക്കുന്ന അരി എടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അരി റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തൊന്ന് ഫ്രൈ ചെയ്യാം. ഞാനിപ്പോൾ ഒരു പാൻ എടുത്തിട്ട് കുറച്ച് ബട്ടർ ഒഴിച്ചിട്ടുണ്ട്. ബട്ടറിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ബട്ടർ ഇല്ലെങ്കിൽ നോർമൽ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് ഓൾറെഡി വെന്തിരിക്കുകയാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് ഇട്ടിരുന്ന് വറുത്തെടുത്താൽ മതി. നമുക്ക് അരി ഒന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ റൈസ് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് കൂടി ഇത് വെച്ചിട്ടൊന്ന് വേവിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ചോറ് നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ അരി ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്, പാകത്തിന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മളുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കബ്സ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും എളുപ്പമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.